ഇനി തൃപ്പൂണിത്തുറ ചിന്മയ സ്കൂളിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിയെ സീനിയർ വിദ്യാർത്ഥികൾ മർദ്ദിച്ചതിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് മർദ്ദനമേറ്റ കുട്ടിയുടെ പിതാവ്. മൂക്കിൽ നിന്ന് ചോര ഒലിച്ചിട്ടും സീനിയേഴ്സ് മർദ്ദനം നിർത്തിയില്ല. കേരളത്തിൽ ഒരു സ്കൂളിലും ഒരു കുട്ടിക്കും ഇത്തരം അനുഭവം ഉണ്ടാകാതിരിക്കാനാണ് നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്നത് എന്നും മർദ്ദനമേറ്റ കുട്ടിയുടെ പിതാവ് പറഞ്ഞു. മൂക്കിൻ്റെ പാല മൾട്ടിപ്പിൾ ഫ്രാക്ചർ ആണെന്നാണ് പറയുന്നത്. ചെവിക്ക് ചതവുണ്ട്, ഒരു പല്ല് അടർന്നു പോയിട്ടുണ്ട്, താഴത്തെ ഒരു 2 പല്ലിന് ആട്ടമുണ്ട്, മുഖം മൊത്തം നീരാണ്. ആളെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ പരാതിയായിട്ട് മുമ്പോട്ട് പോകാൻ പല കാരണങ്ങളുണ്ട്. FIR ഇട്ട് മുമ്പോട്ട് പോകാമെന്ന് തന്നെ തീരുമാനിച്ചു. ഇന്നലെ വൈകിട്ടാണ് FIR ഇട്ടത്. FIR ഇട്ട് മുമ്പോട്ട് പോയി. വൈകിട്ടായപ്പോഴത്തേക്ക് ഞാൻ അവനെ വിളിച്ച് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് FIR ഇട്ട് മുമ്പോട്ട് പോകുമ്പോൾ ഇതേ കണക്കാണ് അവർക്ക് സംഭവിക്കാൻ പോകുന്നത്. സത്യം പറഞ്ഞാൽ രാത്രി ആയപ്പോഴത്തേക്ക് അവൻ്റെ അടുത്തെന്ന് പറഞ്ഞു, അപ്പോൾ എനിക്കിനി ഇടിക്കേണ്ടവനാണ്, ഞാനിനി പഠിച്ചോളാം, മുമ്പോട്ട് പോയിക്കോളാം. എൻ്റെ മകൻ അങ്ങനെ മാറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതേ കണക്ക് FIR ഇട്ട് മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്കൂളുകളിൽ നടക്കുന്ന മൊത്തം വയലൻസും നിൽക്കും. കാരണം എൻ്റെ മകൻ്റെ മാനസികവും ശാരീരികവുമായ ഇതാണ് എനിക്ക് പ്രധാനം. ഞാൻ അതിനനുസരിച്ച് ഞാൻ മുമ്പോട്ട് പോകും. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പ്രതികളായിട്ടുള്ള വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. അതെനിക്ക് മനസ്സിലാവും. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. അത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ നാട്ടിലൊരു നിയമമുണ്ട്, അതിനനുസരിച്ച് മുമ്പോട്ട് പോയേ പറ്റൂ.